വന്നു കഴിഞ്ഞ് വൈഷു സ്കൂളിലൊക്കെ പോയി തുടങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾക്കായിട്ട് കുറച്ച് സമയം കണ്ടെത്താൻ തുടങ്ങിയത്. കുഞ്ഞുമായിട്ട് മാറി വേറൊരു സ്ഥലത്ത് ഒറ്റയ്ക്ക് താമസിച്ച് തുടങ്ങിയപ്പോഴാട്ടോ നമ്മുടെ ലൈഫിൽ ഇങ്ങനത്തെ സമയത്തിനൊക്കെ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് മനസ്സിലായത്. അങ്ങനെ ഒരു ദിവസം ആട്ടോ ഇന്ന്. ഇപ്പോൾ വന്നത് ബാഡ്മിൻ്റൺ കളിക്കാനാണ്. നമ്മുടെ അടുത്ത് തന്നെ മാൽബോ ബാഡ്മിൻ്റൺ സെൻറ്റർ ഉണ്ടായിരുന്നു, അവിടെ ആട്ടോ വന്നത്. ആദ്യമായിട്ടാട്ടോ ഞാനൊരു കോർട്ടൊക്കെ ബുക്ക് ചെയ്ത് കളിക്കാൻ വരുന്നത്. നമ്മുടെ അടുത്ത് തന്നെ ഒരു പാർക്കുണ്ട്, അവിടെ ഒരു ചെറിയ ഗ്രൗണ്ടിൽ നന്ദുവും ഞാനും ഇടയ്ക്ക് കളിക്കാൻ പോകുമായിരുന്നു. പക്ഷേ ഇന്ന് ഇവിടെ ആദ്യമായിട്ടാട്ടോ ഞാൻ വരുന്നത്. നന്ദു പിന്നെ ആഴ്ചയിൽ 1-2 ദിവസം ഇവിടെ കളിക്കാൻ വരും. കുറേ നാളായിട്ട് അനക്കാതെ വെച്ചിരുന്ന ശരീരം ആയതുകൊണ്ട് തന്നെ എനിക്ക് കാര്യമായിട്ടൊന്നും കലോറി ബേണായിട്ടുണ്ടായിരുന്നില്ല. വീട്ടിൽ വന്നു കഴിഞ്ഞ് ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് ഇപ്പോൾ വന്നത് ഫുഡ് കഴിക്കാനാണ്. പിന്നെ നമുക്ക് അതിൻ്റെ അടുത്ത് ഒരു കടയുണ്ട്, അവിടെയും കൂടി പോകണം കേട്ടോ. ഇപ്പോൾ വന്നത് അഡോൾഫ് ടോർക്കിലാണ്. ഈ അഡോൾഫ് ടോർക്ക് പിന്നെ ട്രയാങ്കിൾ എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ നമുക്കിവിടെ. ഇവിടെയൊക്കെ വരുമ്പോഴാട്ടോ ഞാൻ നമ്മുടെ സ്ഥലത്തല്ല വേറൊരു സ്ഥലത്താണെന്നുള്ളൊരു ഫീൽ എനിക്ക് തോന്നുന്നത്. നല്ല സ്ഥലമാണ് കേട്ടോ. ഇവിടെയൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. റോഡ് സൈഡിൽ തന്നെ ഇങ്ങനെ കുറേ റെസ്റ്റോറൻറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് സൈഡിൽ ഇരുന്ന് ഫ്രണ്ടിൽ ഇരുന്ന് തന്നെ ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിക്കാവേ. പിന്നെ എനിക്ക് പുതിയ ഫുഡുകളൊക്കെ ട്രൈ ചെയ്യുന്ന ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ശരിക്കും പേടിയാട്ടോ പുതിയ ഫുഡ് ട്രൈ ചെയ്യാൻ. കാരണം ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള ഒരുവിധം ഫുഡൊക്കെ അത്യാവശ്യം ഫ്ലോപ്പായിരുന്നു. പക്ഷേ എന്നാലും ഇന്ന് കഴിച്ച ഫുഡ് അടിപൊളിയായിരുന്നു. ഞാൻ ഓർഡർ ചെയ്തത് ടൈഗർ ടോസ്റ്റും നന്ദു ഓർഡർ ചെയ്തത് ചിക്കൻ BBQ ടോസ്റ്റോ അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ. പക്ഷേ അടിപൊളിയായിരുന്നു ഇതിൻ്റെ ഫില്ലിങ്ങും കാര്യമൊക്കെ. പക്ഷേ നന്ദുവിൻ്റെ ബ്രെഡ് മാത്രം കുറച്ചൊന്ന് ഹാർഡായിരുന്നു. അതെന്തോ പീനട്ടിൻ്റെ എന്തോ ബ്രെഡായിരുന്നു. പക്ഷേ എങ്കിലും കുഴപ്പമില്ലായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരു ചീസ് കേക്കും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ദുബായ് ചീസ് കേക്ക് കേട്ടോ. പക്ഷേ ഇത് അത്ര പ്രതീക്ഷിച്ച് അത്ര നന്നായില്ല, എങ്കിലും കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് റോഡിൽ കൂടി ഇങ്ങനെ നടക്കാൻ നേരത്ത് ഇവിടെ ഒരു സുവനിയറിൻ്റെ ഷോപ്പ് ഉണ്ട് കേട്ടോ. സ്വീഡൻ്റെ നല്ല ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ള സുവനിയേഴ്സ് ഉണ്ടായിരുന്നേ. പിന്നെ കുറച്ച് ഫ്രണ്ടിലോട്ട് കിടന്നപ്പോൾ ഇവിടെ കുറേ ഇങ്ങനെ ആൾക്കൂട്ടം നിൽപ്പം ഉണ്ടായിരുന്നു. ഇങ്ങനെ കുഞ്ഞുങ്ങളുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ടുള്ള പ്ലക്കാർഡ്സൊക്കെ പിടിപ്പിച്ചിട്ട് ആദ്യം എന്താണെന്ന് മനസ്സിലായില്ല കേട്ടോ. പിന്നെ മനസ്സിലായി ഇത് ഗ്രാജുവേഷൻ ഡേയുടെ അതിൻ്റെ സെലിബ്രേഷൻ നടക്കുമായിരുന്നു എന്നുള്ള. ഈ കുഞ്ഞുങ്ങളുടെ പ്ലക്കാർഡ്സ് വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ ഈ ഇന്ന് ഗ്രാജുവേറ്റ് ആയവരുടെ കുഞ്ഞിലത്തെ ഫോട്ടോ കേട്ടോ അവർ ആ പ്ലക്കാർഡ്സ് ആയിട്ട് വെച്ചേക്കുന്നത്. പിന്നെ ഈ ഒരു ഷോപ്പ് ഉണ്ടല്ലോ, ഇതിന് മുന്നേ ഞാൻ ഇവിടെ ഒരു വട്ടം വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ അഡോൾഫ് ടോർക്കിൽ ക്രിസ്മസ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേട്ടോ ഈ ഷോപ്പ് കാണുന്നത്. ഇതൊരു ഓൾ ഇൻ വൺ ഷോപ്പ് എന്ന് പറയാൻ കേട്ടോ. ഒരുവിധം എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. ഗ്രോസറീസ് ഇല്ല, അല്ല നമ്മുടെ വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യം ഒരുവിധ സാധനങ്ങളെല്ലാം കിട്ടും. പിന്നെ സാധനങ്ങൾക്കും അത്യാവശ്യം വിലയുണ്ട് കേട്ടോ. ഈ ഒരു ടുലിസ്പൂവിന് തന്നെ ഇവിടുത്തെ 79 രൂപയാവുക. അതായത് നമ്മുടെ നാട്ടിലെ ഏകദേശം 600 രൂപയോളം വരും കേട്ടോ ഈ ഒരു പൂവിന് മാത്രം. പിന്നെ ഞാൻ എളുപ്പം തന്നെ ആ കടയിൽ നിന്ന് ഇറങ്ങി കേട്ടോ. കാര്യം ഞാൻ ഉദ്ദേശിച്ച സാധനം അവിടെ എനിക്ക് കിട്ടിയില്ല. പിന്നെ വൈഷുവിനെ സ്കൂളിൽ നിന്ന് വിളിക്കാൻ സമയമായതുകൊണ്ട് എളുപ്പം കടയിൽ നിന്ന് ഇറങ്ങി.